ഇതിനോടൊപ്പം വേറൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഈ ഡോക്ടർ ബിന്ദുവിന് കൊടുത്ത ഒരു അപേക്ഷ ചവറ്റുകൊട്ടയിൽ ഇട്ടു എന്ന മട്ടിലുള്ളൊരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്വാഭാവികമായും അത് ഏറെ ആ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ആ കത്ത്, അതായത് അവർ അപേക്ഷ നൽകിയ കത്ത് മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ശനിയാഴ്ച തൃശ്ശൂരിൽ നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പരിപാടിയിലാണ് മന്ത്രി ബിന്ദു പങ്കെടുത്തിരുന്നത്. ഈ പരിപാടിയിൽ വെച്ചാണ് ചേറൂർ സ്വദേശിയായ സ്ത്രീ തൻ്റെ ഭർത്താവിന് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട്, അവർ വർക്ക് ചെയ്യുന്നത് കോതമംഗലത്തെ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. 2 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഈ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു മാറ്റം വേണമെന്നൊരു അപേക്ഷയാണ് മന്ത്രി ബിന്ദുവിന് ഈ സ്ത്രീ നൽകുന്നത്. അപ്പോൾ മന്ത്രി വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് ആ വിഷയത്തിൽ നടത്തിയത്. അത് ഇടപെടാം എന്ന പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും വിചിത്രമായ സംഗതി, തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിക്ക് നൽകിയ അപേക്ഷ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവള്ളക്കാവ് ഭാഗത്താണ്. ഈ ഭാഗത്തു നിന്നാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുന്നത് മറ്റാരുമല്ല, റോഡരികിൽ മാലിന്യം തള്ളിയെന്ന് നാട്ടുകാർ അറിയിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് അതിൽ ഇത്തരത്തിലുള്ളൊരു അപേക്ഷ ഉള്ളതായി കണ്ടെത്തുന്നത്. ഉടൻ തന്നെ മന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ട് ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരമൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് വാട്സപ്പിൽ ഒന്ന് അയച്ചു തരുമെന്ന് അറിയിച്ചത്. പക്ഷേ അത്തരമൊരു അപേക്ഷ എങ്ങനെയാണ് കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ഒരു റോഡരികിൽ ഒരു ഭക്ഷണ വേസ്റ്റിനിടയിൽ കണ്ടെത്തുന്നത് എന്ന ഒരു വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇവിടെ നടക്കുക? എന്തായാലും ഈ മാലിന്യം തള്ളിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പക്ഷേ ഈ അപേക്ഷ നൽകിയ സ്ത്രീ പരസ്യമായ പ്രതികരണത്തിൽ അവരെ ഒരുപക്ഷെ വാർത്തകളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ പകച്ചു കാണാനാണ് സാധ്യത. ഏതായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ ഒരു സ്ഥലമാറ്റാപേക്ഷയാണ്. അത് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തൊരു മാലിന്യ കൂമ്പാരത്തിൽ റോഡിന് സമീപത്ത് കിടക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഇന്റേണൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അത്തരമൊരു സംഭവം ഉണ്ടാകാൻ ഇടയാക്കിയത്? ഒരു ഭക്ഷണ വേസ്റ്റിനിടയിലാണ്, ഏതെങ്കിലും അറിയാതെ ആരെങ്കിലും ഇതിൽ പെട്ടതാണെന്ന് അറിയില്ല. ഏതായാലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് സംബന്ധിച്ചുള്ള ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺകുമാർ, താങ്ക് യു. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിലെ വസ്തുത നമ്മൾ പരിശോധിക്കും. നമ്മളുടെ പ്രതിനിധി ജെയ്സൺ ആ വാർത്തയ്ക്കൊപ്പം തന്നെയുണ്ട്. നമുക്ക് പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്.